രണ്ട് ചെറുപ്പക്കാര് ഒരു മല കയറാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഈ മല. അതിന്റെ മുകളിലെത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു സ്വപ്നമാണ്. ഇവർ രണ്ടുപേരുടെ ഈ മലയുടെ ചുവട്ടിൽ വരുന്നു. മലയിലേക്ക് കയറുവാൻ 3 വാതിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3 വഴികളിൽ കൂടിയും നമുക്ക് ഈ മലയുടെ മുകളിൽ എത്തുവാൻ സാധിക്കും. ഈ രണ്ടുപേരും കൂടി ആദ്യത്തെ വഴിയുടെ മുമ്പിൽ വരുന്നു. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഈ വഴി ഇച്ചിരി കാഠിന്യം കൂടിയതാണ്, അതുകൊണ്ട് വേറൊരു വഴിയിൽ കൂടി പോകുന്നതാകാം നല്ലത്, അല്ലെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈ വഴി നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒന്നാമത്തവൻ ആ വഴിയിൽ കൂടി നടന്നു കയറി പോവുകയാണ്. രണ്ടാമത്തവൻ ആ വഴി അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് 2 വഴികൾ കൂടി ഉണ്ടല്ലോ, ആ വഴികളെ പറ്റി കൂടി പഠിക്കാമെന്നുള്ള ചിന്തയോടുകൂടി രണ്ടാമത്തെ വഴിയിൽ ചെല്ലുന്നു. രണ്ടാമത്തെ വഴിയിൽ ചെല്ലുമ്പോൾ കുറെ ആൾക്കാരോട് ഇറങ്ങി വരുന്നുണ്ട്. അവര് മലയുടെ മുകളിലേക്കുള്ള യാത്ര, അതിന്റെ കഷ്ടപ്പാടുകള്, അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകള് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേയും കൂടി അറിവ് മലയെപ്പറ്റി കിട്ടുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നു, 2 വഴികളെ പറ്റി പഠിച്ചു, ഇനി 3ാമത്തെ വഴിയിൽ കൂടി പോയി ഒന്ന് അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കച്ചവട സ്ഥലം കൂടിയാണ്. അവിടെ ഈ മലകയറ്റത്തിന് ആവശ്യമായിട്ടുള്ള ഷൂസുകള്, ചെറിയ ചെറിയ ഉപകരണങ്ങള്, ആവശ്യത്തിനുള്ള വസ്ത്രങ്ങള്, ഭക്ഷണങ്ങള്, വീണ്ടും ഓക്സിജൻ മുകളിൽ ചെന്നാൽ കുറയുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനുള്ള കിറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ 3 വഴിയിലും ചെന്ന തീർത്ഥാടകൻ അവസാനം ഒരു തീരുമാനമെടുക്കുന്നു. എനിക്ക് ഈ മലയെപ്പറ്റി നല്ല അറിവ് കിട്ടി, ഇനി ഞാൻ മുകളിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. മലയുടെ മുകളിലെ അവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, അതിലെ കഷ്ടപ്പാടുകള്, അതിലേക്ക് പോകുവാനുള്ള എളുപ്പവഴികള്, അതിനാവശ്യമായ സാമഗ്രികൾ, ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇനിയും ഇതിനെപ്പറ്റി ഒരു ഗ്രന്ഥം രചിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മല കയറാതെ തിരികെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തെ പറ്റി ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന മറുപടി ഇതാണ്: സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ള വഴിയാണ്, അത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴിയാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ധനവാനെ പോലെ ജീവിക്കുവാനും സ്വർഗത്തിൽ ലാസറിനെ പോലെ ജീവിക്കുവാനുമാണ്. അത് അത്ര സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ തമ്പുരാൻ പറയുന്നത് ഇത് ഒരു യുദ്ധമാണെന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം. എപ്പോഴൊക്കെയാണോ നമുക്ക് നന്മയുടെ കൂടെ നിൽക്കുവാൻ സാധിക്കുന്നത്, നന്മയെ